ഹലോ, ഇത് കൊതിയൂറും ഗോതമ്പ് അടപ്രഥമൻ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ ശർക്കര, ഇതിൻ്റെ 1/4 ഭാഗത്തോളം ഞാൻ എടുക്കുന്നുണ്ട്. മധുരം അധികം ആവശ്യമുള്ളവർക്ക് മുഴുവനായിട്ട് എടുക്കാം. ഇനി ഒരു വലിയ തേങ്ങ, പിന്നെ 200 ഗ്രാം അടയാണ് എടുക്കുന്നത്. ഇത് തിളച്ച വെള്ളത്തിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അരമണിക്കൂർ നേരം കുതിർത്തി വയ്ക്കണം. കുതിർത്തി വെച്ച ഈ അട അരമണിക്കൂർ കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിൽ കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുക്കാം. ഇനി പായസം വയ്ക്കുന്ന പാത്രത്തിലേക്ക് ചേർത്ത് ഉരുക്കിയെടുത്ത ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് നന്നായി വേകുന്നത് വരെ ഇളക്കിയെടുക്കുക. ശർക്കര പാനി വറ്റുന്നത് വരെ അട ഇളക്കി വേവിച്ചെടുക്കാം. ഇതുപോലെ അടയും ശർക്കരപ്പാനിയും നന്നായി വറ്റി വരുമ്പോൾ ഇതിലേക്ക് നമ്മളുടെ എടുത്തു വച്ചിരിക്കുന്ന 2ാം പാല്, തേങ്ങയുടെ 2ാം പാല് ഇതിലേക്ക് ചേർക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായ തേങ്ങാക്കൊത്തും കിസ്മിസും അണ്ടിപ്പരിപ്പും നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. 2ാം പാൽ ഒഴിച്ചതിന് ശേഷം പായസം ഒന്ന് വറ്റി വരുമ്പോൾ ഇതിലേക്ക് ഏലക്കാപ്പൊടിയും ജീരകപ്പൊടിയും ചുക്കുപൊടിയും ചേർക്കാം. ഇവ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് വറ്റി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1ാം പാല്, തേങ്ങയുടെ കട്ടിപ്പാൽ ഇതിലേക്ക് ചേർത്ത് ഇളക്കാവുന്നതാണ്. ഇതിന് ശേഷം ഒരുപാട് നേരമൊന്നും വറ്റിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച കിസ്മിസ് എല്ലാം ചേർക്കാം. പായസം നമ്മൾ ഇറക്കി വയ്ക്കുമ്പോൾ അല്പം ഗ്രേവിയോട് കൂടി തന്നെ വേണം. അല്പസമയം കഴിഞ്ഞ് തണുക്കുമ്പോൾ പായസം കട്ടിയാകും. അപ്പോൾ ഒരുപാട് വറ്റിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പായസം ഇവിടെ റെഡിയാണ്. അടിപൊളിയാണ്. താങ്ക് യു ഫ്രണ്ട്സ്.